വെൽക്കം ടു മൈ ടുഡേയ്സ് വ്ളോഗ്. ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. ഞാനിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. എൻ്റെ മാത്രമായിരിക്കില്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം ഈ വേൾഡിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലാൻഡിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ യൂറോപ്പ് ട്രിപ്പിൽ ആദ്യത്തെ 2 ദിവസം ഫ്രാൻസിലും പിന്നത്തെ ദിവസങ്ങളിൽ മൊത്തം നമ്മൾ സ്വിറ്റ്സർലാൻഡുമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. നമുക്ക് ഫ്രാൻസിൽ നിന്ന് ഏകദേശം 6 hours ജേണിയാണ് സ്വിറ്റ്സർലാൻഡിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ജേണി നമ്മൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേൾഡിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രി എന്ന് പേര് വരാൻ കാരണം തന്നെ ഇവിടുത്തെ നേച്ചർ ബ്യൂട്ടിയാണ്. സ്വിറ്റ്സർലാൻഡിലെ നേച്ചർ ബ്യൂട്ടി ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു തവണയെങ്കിലും പോയി കാണണമെന്ന് ആഗ്രഹമുള്ള കൺട്രികളിൽ ഒന്നായിരിക്കും ഈ സ്വിറ്റ്സർലാൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഷെങ്കൻ വിസ കിട്ടിയപ്പോൾ ഫസ്റ്റ് തന്നെ സ്വിറ്റ്സർലാൻഡ് ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് ഒരു എക്സ്പെൻസീവ് കൺട്രിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡിലുള്ള ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റെൻ്റായിരുന്നു ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായത്. പക്ഷെ നമ്മൾ കാരവാൻ എടുത്തിട്ട് വന്നതുകൊണ്ട് ക്യാമ്പ് സൈറ്റ് മാത്രമേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായുള്ളൂ. അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലുള്ള ഫുഡുകളും ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെയാണ് ഫുഡ് കഴിക്കേണ്ടത് എന്നുള്ള മീൽ പ്ലാനിങ് ഒക്കെ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ട്രിപ്പ് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു, കുറച്ചുകൂടെ ഈസി ആയിരുന്നു. നമ്മൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഏകദേശം ഫ്രാൻസിൻ്റെ ബോർഡറും സ്വിറ്റ്സർലാൻഡിൻ്റെ അടുത്തോട്ടേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു റോഡ് മൊത്തം സ്നോയിങ്ങും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തം സ്നോ പെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ കുറച്ച് വണ്ടീൻ്റെ മുകളിൽ സ്നോ ഒക്കെ പെയ്തിട്ടുള്ള വണ്ടികൾ ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടെ വന്നപ്പോൾ ഫുള്ള് സ്നോയിങ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തോട്ടേക്ക് വരുമ്പോഴേക്കും അവിടുത്തെ വെതർ ഫുള്ള് ചേഞ്ചായി. എത്ര പെട്ടെന്നാണെന്നറിയോ ഈ ഒരു സ്നോയിങ് ഒക്കെ ഉണ്ടായത്. ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ സ്നോ എത്ര കണ്ടാലും മതിയാവില്ല. കാരണം അത്രക്കും ഭംഗിയാണ് ഈ സ്നോ പെയ്ത് കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് തന്നെ. നമ്മൾ ഈവനിങ് സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം വേറെ കുറേ പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് മോൺട്രിയോക്സിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റാണ് മോൺട്രിയോക്സിലെ ക്രിസ്മസ് മാർക്കറ്റ്. അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ വെറുതെ ആ ക്രിസ്മസ് മാർക്കറ്റ് മാത്രം കാണാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. പക്ഷെ നമ്മൾ എക്സൈറ്റഡ് ആണ് അവിടെ വേറൊരു സാധനം കാണാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് കുറച്ച് സമയം എൻജോയ് ചെയ്യും. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴും നമ്മൾ മോൺട്രിയോക്സിൽ എത്തിയിട്ടുണ്ടായി. അപ്പോൾ കാരവാനിൽ തന്നെ ഡ്രസ്സ് മാറി നമ്മളിപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും യൂറോപ്പിലാണ് ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ ആദ്യം ഉണ്ടായിട്ടുണ്ടായത്. പിന്നെയാണ് ഈ വേൾഡ് വൈഡായിട്ട് ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്മസ് മാർക്കറ്റ് ക്രിസ്മസിന് കുറച്ച് മുന്നേ ആയിട്ട് കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് സിറ്റീസിൻ്റെ ഒക്കെ അടുത്ത് ഔട്ട്ഡോർ ആയിട്ട് ചെയ്യുന്ന ഒരു ട്രഡീഷനാണ് ക്രിസ്മസ് മാർക്കറ്റ്. ഇവിടെ കൂടുതലും ഫെസ്റ്റീവ് ഫുഡ്സ് ഉണ്ടാവും, ഡ്രിങ്ക്സ് ഉണ്ടാകും, പിന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കുറേ ഗിഫ്റ്റ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ ക്രിസ്മസ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
ഈ മോൺട്രിയോക്സിലുള്ള ക്രിസ്മസ് മാർക്കറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ സൈഡ് ഒരു ലേക്ക് സൈഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂവും ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റും എല്ലാം കൂടെ ശരിക്കും ഒരു വിൻഡോ വണ്ടർലാൻഡ് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത്. നമ്മൾ ഏകദേശം ക്രിസ്മസ് അടുക്കാറാകുമ്പോൾ പോയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നല്ല തിരക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഹാൻഡ് മെയ്ഡഡ് ആയിട്ടുള്ള ഗിഫ്റ്റിനും പിന്നെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത കുറേ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. നമുക്ക് ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ വന്നപ്പോഴാണ് ക്രിസ്മസിൻ്റെ ഒരു ചെറിയ ഫീലൊക്കെ കിട്ടിയിട്ടുണ്ടായത്. പക്ഷേ സാന്റാക്ലോസ് ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ശരിക്കും വരാനുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സാന്റാക്ലോസ് ഫ്ലൈ ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി ഇവിടെ ഉണ്ട്. ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ മുകളിലൂടെ സാന്റാക്ലോസ് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അത് കാണാൻ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ എൻഡിലാണ് സാന്റാക്ലോസ് ഫ്ലൈ ചെയ്യുന്ന ആ ആക്ടിവിറ്റി നടക്കുന്നത്. നമ്മളങ്ങനെ സാന്റാക്ലോസ് ഫ്ലൈ ചെയ്യുന്ന കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഇന്നില്ലെന്ന് പറയുന്ന കേട്ടത്. ഇത് 4 മണി, 5 മണി, 6 മണി, 7 മണി ഇങ്ങനെ 4 ടൈമിലാണ് ഇന്ന് പൊതുവെ ഉണ്ടാവുന്നത്. നമ്മൾ 7 മണിൻ്റെ ഷോ കാണാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ നമുക്കിന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇന്നത് ക്യാൻസലായെന്നാണ് പറയുന്നത്. ബാഡ് വെതർ കണ്ടീഷൻ കൊണ്ട്. പക്ഷെ നമുക്ക് അത് നമ്മളൊരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ അറിഞ്ഞതാണ്. പക്ഷെ നമ്മളിപ്പോഴും ചെറിയൊരു ഹോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻ കേസ് അത് സാന്റാക്ലോസ് വന്നാലോ എന്നല്ലേ. സാന്റാക്ലോസ് ഇല്ല ഗൈസ്. ഇവിടെ സാന്റാക്ലോസിൻ്റെ വണ്ടിയും റെയിൻഡിയറൊക്കെ ഉണ്ട് നമ്മുടെ പുറകിൽ. അവിടെ അവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് സാന്റാക്ലോസ് ഫ്ലൈ ചെയ്യുന്നത്. പക്ഷെ നമുക്കിന്നത് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മളങ്ങനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സാന്റാക്ലോസ് ഇന്ന് ഫ്ലൈ ചെയ്തിട്ടുണ്ടായില്ല ഡ്യൂ ടു ബാഡ് വെതർ കണ്ടീഷൻ. ഇന്നിവിടെ ഹെവി സ്നോ വാർണിംഗ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ക്യാൻസൽ ആവുക ചെയ്തിട്ടുണ്ടായത്. നമ്മളതുകൊണ്ട് അവിടുന്ന് നേരെ ഇറങ്ങി നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് സൈറ്റിലോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ സ്നോഫോൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളിത് ഫസ്റ്റ് ടൈമാണ് നൈറ്റ് ഈ ഒരു സമയത്ത് ഇത്രയും സ്നോഫോൾ ഉള്ള സമയത്ത് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ഡ്രൈവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഈ സ്നോഫോൾ ഉള്ള സമയത്ത് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ടായിരുന്നു അവിടുന്ന് മോൺട്രിയോക്സിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് സൈറ്റിലേക്ക്. വിൻ്റർ സീസൺ ആകുമ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ഇങ്ങനെ സ്നോയിങ് ഉള്ളത് കൊണ്ട് തന്നെ റോഡ് സൈഡൊക്കെ എപ്പോഴും ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിങ്ങിൽ റോഡിലുള്ള സ്നോയോ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് നമുക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായില്ല. തണുപ്പിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത ക്യാമ്പ് സൈറ്റിൽ വന്നിട്ടാണ് ഉള്ളത്. ഇവിടെ റിസപ്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. നോക്കിയപ്പോൾ ഇവിടെ നല്ല സ്നോഫോളാണ്. ഇവിടെ മൊത്തം സ്നോ നിറഞ്ഞ് നിൽക്കുക. നമ്മൾ വരുന്ന വഴിക്കൊക്കെ അടിപൊളിയായിരുന്നതാ. ഇവിടെയൊക്കെ നല്ല സ്നോ ഉണ്ട്. വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ നല്ല സ്നോ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ റിസപ്ഷനിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. 2022 ശേഷം നേരെ പൊക്കോളാം.
നമ്മൾ കണ്ട സ്നോ ആണ്. പക്ഷെ ഇവിടെ നല്ല ഹെവി ആയിട്ട് സ്നോ ഉണ്ട്. ഇവിടെ കണ്ട ഈ സ്നോ കാണുമ്പോൾ മനസ്സിലാവും കുറച്ചും കൂടെ നേരെ മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടിയിൽ മുങ്ങി പോവും. മിക്കവാറും ചിലപ്പം നമ്മൾ വണ്ടിയോടെ മുങ്ങി കിടക്കുമായിരിക്കോ? ആ സ്പ്രേ നമ്മുടെ വിൻഡോയിൽ അടിച്ചിട്ട് അത് വേണ്ട, അടിച്ചിട്ടൊരു കാര്യമില്ല. ഇങ്ങോട്ട് കേറാല്ലയോ? ഇങ്ങോട്ട് കയറി വേറെ ഇത് എന്ത് കാര്യമൊന്നുമില്ല. ഇവിടെ കേറി ഇപ്പൊ നോക്കിക്കോണം. ഞാൻ അത് വെച്ച് ചങ്ങല ഇടേണ്ടി വരുമോന്ന്. വണ്ടി പാർക്ക് ചെയ്യണ്ടേ? ഗായ്സ് നമ്മൾ പെട്ട് ഗായ്സ്. താഴെ ഇട്ടാലോ? അതാകുമ്പോ ഇച്ചിരി റിസ്ക് കുറയും നമുക്ക്. ഏറ്റവും താഴോട്ട് പൊക്കോ, സ്നോ ഇല്ലാത്തടത്തോട്ട് കൊണ്ടുപോകും. സ്നോ ഇല്ലാത്ത സ്ഥലമൊന്നും ഇല്ല, റിവേഴ്സ് പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാമ്പ് സൈറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ലൈറ്റൊന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് ചുറ്റുമുള്ളതിൻ്റെ വ്യൂ ഒന്നും അത്ര കിട്ടുന്നില്ല. ഇതിൻ്റെ എല്ലാ സൈഡും മൗണ്ടെയ്ൻസ് ആണ്. അപ്പോൾ ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് ആ ഒരു വ്യൂ ഒന്നും ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ രാവിലെ ആയിട്ടാകുമ്പോൾ ഇത് അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമ്പ് സൈറ്റ്. നമ്മുടെ ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ് ബാത്റൂം. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഈ ബാത്റൂമിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്നോ ബൂട്ടൊക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണമായിരുന്നു ഈ ഒരു വാഷ്റൂമിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു ക്യാമ്പ് സൈറ്റ് തന്നെയാണ് 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു ക്യാമ്പ് സൈറ്റിൽ വൈഫൈയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മൾ UK നിന്ന് ഓൾറെഡി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളൊരു ഈ സിം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ വന്നിട്ട് ആക്ടിവേറ്റ് ആക്കുകയോ ചെയ്തു. അപ്പോൾ അത് കുറേ കൺട്രീസിൽ നമുക്ക് നെറ്റ് യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നൈറ്റ് കൂടുതലും ക്യാമ്പ് സൈറ്റിലായതുകൊണ്ട് ക്യാമ്പ് സൈറ്റിൽ ഒരുവിധം എല്ലാ ക്യാമ്പ് സൈറ്റിലും വൈഫൈ കൂടെ ഇൻക്ലൂഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നൈറ്റ് ആകുമ്പോൾ ക്യാമ്പ് സൈറ്റിലെ വൈഫൈയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് കുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇന്ന് നൈറ്റ് കഴിക്കേണ്ടതും പിന്നെ നാളത്തേക്ക് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സ്നോ ഒക്കെ പെയ്യുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ കാരവാൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. സ്വിറ്റ്സർലാൻഡ് നമ്മളെ വെൽക്കം ചെയ്തത് അത്യാവശ്യം നല്ല ഹെവി സ്നോഫോൾ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്നോഫോളും കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ എല്ലാ വ്യൂസും കാണാനും ഭയങ്കര രസമാണ്. ഈ സ്വിറ്റ്സർലാൻഡിലെ ഓരോരോ കോർണറിനും ഓരോരോ ഭംഗിയാണുള്ളത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇന്ന് നൈറ്റ് ചിക്കൻ ഗ്രില്ലും പിന്നെ നാളത്തേക്കുള്ള കുറച്ച് മീൽ കാര്യങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഉള്ളത്. അപ്പം നമ്മളങ്ങനെ കുക്കും ചെയ്ത് ഇന്നത്തെ നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ ഈ ഒരു സ്നോഫോളൊക്കെ പെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കാരവാനിൽ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യമൊക്കെ ഒരു ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായിരുന്നു. എന്തോ ഒരു കാരണം നമ്മൾ മൈൻഡിൽ ഫുള്ള് സ്നോഫോൾ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു കാരവാൻ്റെ ഉള്ളിൽ ഉറങ്ങുകയും കൂടെ ചെയ്യുമ്പോൾ എന്തോ എനിക്കത് ആദ്യം തന്നെ കുറച്ചൊരു സമയം എൻ്റെ മൈൻഡിൽ ഒരു ചെറിയൊരു സ്റ്റക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഉറങ്ങാൻ വേണ്ടി കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല സുഖമായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. സ്നോ കണ്ട സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഇവിടുത്തെ ഈ ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ബ്യൂട്ടിയും ഇവിടുത്തെ സ്നോയിലുള്ള ഷോയൊക്കെ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പം എന്തായാലും രാത്രി ആയതുകൊണ്ട് കുറേ വ്യൂ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്തായാലും ഇനി മുതലുള്ള വ്ളോഗിൽ കൂടുതലും സ്വിറ്റ്സർലാൻഡിൻ്റെ ബ്യൂട്ടിയും സ്നോയിലുള്ള കുറേ ഷോയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു വീഡിയോ ഭയങ്കര ചെറുതായിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ചെറിയൊരു വ്ളോഗ് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.